ഒന്നോ പത്രോസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. വിശ്വാസത്താൽ രക്ഷയ്ക്കായി ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് ഈ അന്ത്യകാലഘട്ടത്തിൽ അത് വെളിപ്പെട്ടു വരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി കർത്താവായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഏതൊരു വ്യക്തിയും ആമേൻ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യമായ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ പലപ്പോഴും ആമേൻ ദൈവവചനത്തിലൂടെ ഓർപ്പിക്കുന്നത് പോലെ ആമേൻ ശിക്ഷ എന്നത് വാസ്തവത്തിൽ നാം ശിക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ആദിമ മാതാപിതാക്കളായ ആദം ഹവ്വ അവർ ദൈവത്തോടുള്ള അനുസരണക്കേടിൽ നിന്നുളവായ ആ വലിയ കുറ്റമാണ്, അല്ലെങ്കിൽ ആ വലിയ ലംഘനമാണ് സകല മനുഷ്യർക്കും ശിക്ഷയ്ക്ക് കാരണമായത്, അഥവാ സകല മനുഷ്യരും പാപികളായി തീർന്നത്. അപ്പോൾ ഈ പാപികളായ മനുഷ്യരെ ദൈവം സ്നേഹത്തോട് തന്നെ കണ്ടുവരുന്നു. ആമേൻ. ദൈവം സ്നേഹിച്ചു. ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ സദ്വർത്തമാനം. ആമേൻ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. അപ്പം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം, അഥവാ നമുക്ക് രക്ഷയ്ക്കായി ഉള്ള വാതിൽ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. ആ യാഗമായി അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലോകം മുഴുവൻ എതിർത്താലും, പൈശാചിക ശക്തികൾ മുഴുവൻ എതിർത്ത് വന്നാലും ആമേൻ ആർക്കും മറച്ചു വെക്കാൻ കഴിയാത്ത സത്യമായി അവൻ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കോടിക്കണക്കിന് മനുഷ്യർ ഈ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ആ രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഈ രക്ഷയിലേക്ക് നിങ്ങൾക്ക് വരുവാൻ ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല. അതിവേഗം ഓടി വരാം. എന്ത് ചെയ്യണം? കർത്താവായ യേശുവേ, എൻ്റെ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണങ്ങ് കുരിശിൽ മരിച്ചതെന്ന് ആമേൻ നിങ്ങൾ സമ്മതിച്ചുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആമേൻ സ്തോത്രം ഈ രക്ഷ ലഭിക്കും. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർക്ക് ആമേൻ സ്തോത്രം ഈ രക്ഷയുടെ പൂർത്തീകരണമായ മഹത്വീകരണത്തിലേക്ക്, അഥവാ തേജസ്കരണത്തിലേക്ക് നയിക്കുവാൻ വിശ്വാസത്താൽ നമ്മളെ വിശ്വാസത്താൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ആമേൻ രക്ഷയുടെ ആമേൻ മഹത്വീകരണത്തിലേക്ക് സൂക്ഷിച്ചിരിക്കുന്ന നമ്മൾക്ക് അന്ത്യകാലത്ത് അത് വെളിപ്പെട്ടു വരും. അഥവാ കർത്താവായ യേശുക്രിസ്തു വാനമേഘങ്ങളിൽ മടങ്ങി വരുമ്പോൾ നാം അവനോട് കൂടെ തേജസ്സോടെ ഉയർത്തി